അവസാനം കരഞ്ഞു പോയി. എല്ലാ സിനിമയുടെയും ഫ്യൂഷൻ ബാഹുബലിയുടെ മുക്കാലും ഉണ്ട് അതിൻ്റെ അകത്തുണ്ട്. അടിപൊളി സിനിമയാണ്, ഒരിക്കൽ കൂടെ കാണണമെന്ന് തോന്നുന്നു. ഇറങ്ങിപ്പോരാൻ തോന്നിയില്ല. ലാലേട്ടനും പ്രഭാസും ഇല്ലെങ്കിൽ ഈ പടം ശരിക്കും 3 മണിക്കൂർ പോയിട്ട് 1 മണിക്കൂർ പോലും കണ്ടിരിക്കാൻ പറ്റില്ല എന്നാണ് പറയാനുള്ളത്. അക്ഷയ് കുമാറിൻ്റെ ആവശ്യമില്ലാതിരുന്നത്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് എനിക്ക് പറയാനുള്ളൂ. കണ്ണപ്പയുടെ പടം കൊള്ളാമെന്ന് പറഞ്ഞു, അത് കേട്ടിട്ട് ഞാൻ കാണാൻ പോവുകയാണ്. എല്ലാ സിനിമയുടെയും ഫ്യൂഷൻ ബാഹുബലിയുടെ മുക്കാലും ഉണ്ട് അതിൻ്റെ അകത്തുണ്ട്. എല്ലാം നമ്മൾ കണ്ടത് തന്നെയാണ് അതിലുള്ളത്. എന്തോ പറയാൻ, അടിപൊളിയായി. ലാലേട്ടന് ഭയങ്കര ഇതുണ്ട്. അവസാനം കരഞ്ഞു പോയി. നല്ല പടമാണ്, നല്ല ഭക്തിസാന്ദ്രമായ പടമാണ്. നല്ല സിനിമയായിരുന്നു, തികച്ചും വ്യത്യസ്തമായ ഒരു സിനിമ. ഇറങ്ങിപ്പോരും, ശരിക്കും നമ്മൾ ദേവലോകത്ത് പോയ പോലെ ഒരു പ്രതീതിയാണ്. അടിപൊളി സിനിമയാണ്, ഒരിക്കൽ കൂടെ കാണണമെന്ന് തോന്നുന്നു. ഇറങ്ങിപ്പോരാൻ തോന്നിയില്ല സിനിമ കഴിഞ്ഞപ്പോൾ. ലാലേട്ട അടിപൊളി, ഒരിക്കലും ഇല്ല. അതാ ഒരിക്കൽ കൂടെ കാണണമെന്ന് തോന്നുവാണ്. നല്ല മൂവിയായിരുന്നു, ശിവഭക്ത മൂവിയായിരുന്നു. അങ്ങനെ ഡിവോഷണൽ ടൈപ്പ്, ഇങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അത്ര വലിയ ലാഗില്ലായിരുന്നു, കണ്ടുകൊണ്ടിരിക്കാം. കണ്ടപ്പോൾ നല്ല പടം, കാണാൻ കൊള്ളാം. കഥയൊക്കെ നന്നായിട്ടുണ്ട്, കൊള്ളാം, നന്നായിട്ടുണ്ട്. It was good, man. I expected it'll be good. Yeah, it was really good. Actually, it's not a cameo role. It's really good. കണ്ണപ്പ എന്ന സിനിമ കണ്ടു. ബേസിക്കലി ഇതെന്താണ്, ശിവനെ പിടിച്ച് മാറ്റിയിട്ടുണ്ടെങ്കിൽ പടം ഓടിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കഥ എന്ന് പറഞ്ഞാൽ കാളഹസ്തി ക്ഷേത്രത്തെ പറ്റി ചുരുപ്പിട്ടുള്ള ഒരു കഥയാണ് ശരിക്കും. പക്ഷേ പ്രശ്നം പറ്റി എന്താണെന്ന് വെച്ചാൽ പടത്തിൽ എന്താണ് ശിവനായിട്ട് കാസ്റ്റ് അക്ഷയ് കുമാർ ഉണ്ടല്ലോ, അത് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. മറിച്ച് മോഹിത് റെയ്ൻ ആയിരുന്നെങ്കിൽ പടത്തിൻ്റെ റേഞ്ച് ഇങ്ങനെ ആയിരിക്കില്ല. കാരണം പുള്ളി അവിടെ ശിവനായിട്ട് ആളുകൾ കണ്ട് അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം അവിടെ പടത്തിൽ വരുന്നുണ്ട്. പിന്നെ പാട്ടുകൾ കുഴപ്പമില്ല, കണ്ടിരിക്കാൻ കൊള്ളാം. പിന്നെ ഈ അടുത്തിറങ്ങിയ തെലുങ്ക് പടങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട്, അതായത് ട്രിപ്പിളാറിന് ശേഷം കുറച്ചും കൂടെ CGI നന്നായിട്ട് ചെയ്തൊരു പടമാണ്. പിന്നെ മലയാളത്തിൽ വന്നപ്പോൾ സാഹിത്യം കുറച്ച് കൂടിപ്പോയുണ്ട് പടത്തിന്. എന്താണ് പല നമുക്ക് നമുക്ക് കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സീനുകൾ ട്രോളായിപ്പോയി. പിന്നെ ലാലേട്ടൻ കൊള്ളാം, കാരണം പുള്ളിയെ എന്താണ് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. കാരണം ഞാൻ വിചാരിച്ച പുള്ളിയും കണ്ടപ്പോൾ കോസ്റ്റ്യൂം കണ്ടപ്പോൾ എന്തോ പോലെ ആയി പോകുന്നു. പക്ഷേ ലാലേട്ടന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലാലേട്ടനും പ്രഭാസും ഇല്ലെങ്കിൽ ഈ പടം ശരിക്കും 3 മണിക്കൂർ പോയിട്ട് 1 മണിക്കൂർ പോലും കണ്ടിരിക്കാൻ പറ്റില്ല എന്നാണ് പറയാനുള്ളത്. പക്ഷേ പ്രീതി മൂന്നൻ അവരും നന്നായിട്ട് വേഷം ചെയ്തിട്ടുണ്ട്, അവരും മോശമല്ല, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബ്രോ. പക്ഷേ പ്രശ്നം വന്നത് ഇതിൻ്റെ കഥ, ഇതിൻ്റെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നാൽ പറ്റും. അപ്പോൾ തെലുങ്കിലും തമിഴൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി വരും. പക്ഷേ മലയാളം ഡബ്ബിങ് അല്ലെങ്കിൽ മലയാളത്തിൻ്റെ സ്ക്രീൻ പ്ലേ വന്നപ്പോഴോ അല്ലെങ്കിൽ അത് വന്നപ്പം നമുക്കൊരു ഭയങ്കര ഡ്രാമയായിപ്പോയി തോന്നി. പിന്നെ ഒരു വൺ ടൈം കാണാവുന്ന, എന്നാൽ സ്പിരിച്വൽ ആയിട്ടുള്ളവർക്കും അല്ലെങ്കിൽ എന്താണ് ഈ മിത്തോളജിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ പടം ഒരുപക്ഷെ ഭയങ്കര വർക്കൗട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വർക്കൗട്ട് ആരും അടുത്തിരുന്നവർ ഷെയർ ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഭയങ്കരമായിട്ട് പടം ഇഷ്ടപ്പെടും. അല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഈ കാളഹസ്തി ഈ അരിഹി ഇറങ്ങിയിട്ട് പോയാൽ കഥ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ പടം വെറുതെ ഇറങ്ങി വരും. അത്രേ പറയാനുള്ളൂ പടത്തിൽ. അക്ഷയ് കുമാറിൻ്റെ ആവശ്യമില്ലാതിരുന്നത്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം അങ്ങനെയൊന്നും അങ്ങനെയുടെ OMG ഫിലിം കണ്ടിട്ടായിരിക്കും അവർക്ക് പുള്ളിയെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ എനിക്കെന്തോ അക്ഷയ് കുമാർ ഒട്ടും വെറുതെയായിട്ട് തോന്നിയില്ല. കാരണം നമ്മൾ ഈ മോഹിത് റെയ്നെ ഒരു ശിവനായിട്ട് കണ്ട് ഒരു അറൗണ്ട് ഒരു 10-15 വർഷം അത് ഇറങ്ങിയിട്ട്, അപ്പം പുള്ളിക്ക് ആ ഒരു ശിവൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പടത്തിൽ സാധിക്കും. പുള്ളി ആയിരുന്നെങ്കിൽ ഈ പടം ഇങ്ങനെ ആയിരിക്കില്ല ഇവിടെ ഒന്നും ഓടേണ്ടത്. അപ്പം പുള്ളിക്ക് വരെ അക്ഷയ് കുമാർ കൊണ്ടപ്പം പടത്തിൻ്റെ ആ ഒരു ശിവൻ എന്നുള്ള ഒരു ഇമ്പാക്റ്റ് മൊത്തത്തിൽ പോയി. കാജിലും വലിയ പ്രശ്നമില്ല. പക്ഷേ മുമ്പ് ഇറങ്ങിയ സിനിമകളെ വെച്ച് നോക്കിയാൽ ഇപ്പോൾ രണ്ടാമത്തെ സിനിമ വെച്ച് നോക്കുമ്പോൾ ഈ പടം കുറച്ചുകൂടെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂംസ് ഒക്കെ എല്ലാവരുടെയും കൊള്ളാം, കുഴപ്പമില്ല. ശരത് കുമാർ പെർഫോമൻസ് കൊള്ളാം ബ്രോ. ഞാൻ പറഞ്ഞെന്താണ്, ഇതിൻ്റെ മലയാളം വെർഷനിൽ ഡബ്ബിങ്ങും അല്ലെങ്കിൽ ഡയലോഗ്സും കാര്യങ്ങളും കുറച്ച് വീക്കായിട്ടാണ് തോന്നിയത്.